देहं प्राणमपीन्द्रियाण्यपि चलं बुद्धिं च शून्यं विदु त्रिबालान्धजडोपमास्त्वहमिति भ्रान्ताभृशं वादिन मायाशक्तिविलासकल्पितमहाव्यामोहसंहारिणे तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये देहं प्राणमपीन्द्रियाण्यपि चलं बुद्धिं च शून्यं विदुः स्त्रीबालान्धजडोपमास्त्वहमिति भ्रान्ताभृशं वादिन मायाशक्तिविलासकल्पितमहाव्यामोहसंहारिणे तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये ഈ ആത്മാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് പറയുന്നത്. ദേഹമാണ് ആത്മാവ് എന്നാണ് ചാർവാകന്മാർ പറയുന്നത്. സാധാരണ നാസ്തികന്മാർ അവരുടെ ദൃഷ്ടിയിൽ ദേഹമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അവർ പറയുന്നത് നാം നേരിട്ട് മനസ്സിലാക്കുന്ന വസ്തുക്കൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന വസ്തുക്കൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരു വസ്തുവുമില്ലെന്നാണ്. അവരിൽ തന്നെ ഒരു കൂട്ടർ പറഞ്ഞ് ഇന്ദ്രിയങ്ങളാണ് ആത്മാവ്, ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നത് അന്ധകരണമാണ്, ബുദ്ധിയാണ് ആത്മാവ്. അതാണ് ഇവരുടെ മതത്തിൽ, ബുദ്ധന്മാരുടെ മതത്തിൽ, ബൗദ്ധമതത്തിൽ ക്ഷണിക വിജ്ഞാനമാണ് ആത്മാവ്. ഒരു കൂട്ടർ ബുദ്ധന്മാരിൽ 4 തരത്തിലുള്ളവരുണ്ട്. ഒന്ന് ശൂന്യവാദികളാണ്, അവരെ സംബന്ധിച്ച് ശൂന്യമാണ്, അതാണ് തത്വം, ആ ശൂന്യത്തിൽ നിന്നാണ് മറ്റു വസ്തുക്കൾ ഉണ്ടാകുന്നതാണ്. മറ്റൊരു കൂട്ടരാണ് ക്ഷണിക വിജ്ഞാനം, ഓരോ ക്ഷണത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതായ അറിവ്, അതാണ് ചലാംബുദ്ധി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ചഞ്ചലമായ ക്ഷണികമായ ബുദ്ധിയാണ്. ആ ബുദ്ധി ചൈന് പോലെ, ഞാനിങ്ങനെ ചൈന് പോലെയാണ്. അതുകൊണ്ട് ക്ഷണിക വിജ്ഞാനധാര എന്ന് പറയും. ഒരു ജ്ഞാനം അത് നശിക്കുന്നതിന് മറ്റൊരു ജ്ഞാനം, അതിൽ നിന്ന് മറ്റൊരു ജ്ഞാനം, ഇങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഉറക്കത്തിലും തുടർന്ന് നിൽക്കുന്നതാണ്. അതാണ് ആത്മാവ് എന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറയുന്നു ക്ഷണിക വിജ്ഞാനമാണ്, ഇതല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഉണ്ട്, മറ്റു വെളിയിൽ പദാർത്ഥങ്ങളുണ്ട്, പക്ഷേ അത് ഇന്ദ്രിയഗോചരമല്ല എന്നാണ്, അനുഭവിക്കേണ്ടതാണ്. നാലാമത്തെ കൂട്ടരുണ്ട് ക്ഷണിക വിജ്ഞാനമാണ് ആത്മാവ്, പുറമേ വസ്തുക്കളുണ്ട്, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും സാധിക്കുമെന്ന് പറയുന്ന 4 കൂട്ട ബൗദ്ധന്മാരുണ്ട്. ഇവർ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നാണ്. അതാണ് ബുദ്ധിയെ ചലമായ ബുദ്ധിയുമല്ല, ശൂന്യവുമല്ല. ശൂന്യമാണെങ്കിൽ അതിലൊന്നും ആരോപിക്കാനൊക്കില്ല. മുൻപിൽ ഒരു വസ്തുവില്ലെങ്കിൽ അതിൽ സർപ്പത്തെ ആരോപിക്കാനൊക്കില്ല. മുൻപിൽ ഏതോ ഒരു വസ്തുവുണ്ട് എന്നറിയുമ്പോഴാണ് അത് ഏതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സർപ്പമാണ്, അല്ലെങ്കിൽ അത് വടിയാണ്, അല്ലെങ്കിൽ പൂമാലയാണ്, അത് ഭൂഛിദ്രമാണ്, അല്ലെങ്കിൽ ജലമൊഴുകുകയാണെന്നൊക്കെ തോന്നാം. എന്തുകൊണ്ട്? മുൻപിൽ ഏതോ ഒരു വസ്തു ഉണ്ടെന്ന് ധരിച്ചു, അത് ഇന്നതാണെന്ന് ധരിക്കുമില്ല, അപ്പോഴും വികല്പങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ശൂന്യമാണ് വസ്തുവെങ്കിൽ അതിൽ മറ്റൊന്ന് ആരോപിച്ച പ്രപഞ്ചം അതിൽ നിന്നുണ്ടാകുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ശരീരമല്ല ആത്മാവ്, പ്രാണനല്ല, പ്രാണങ്ങളല്ല, പ്രാണാപാനാദികളായ വായുക്കളല്ല ആത്മാവ്, ഇന്ദ്രിയങ്ങളല്ല, ചഞ്ചല ക്ഷണികമായ വിജ്ഞാനവുമല്ല, ശൂന്യവുമല്ല. പിന്നെ ഇതൊക്കെ വിചാരിക്കുന്ന സ്ത്രീവാല ജഡന്ധ ഉപമാഹ എന്നാണ്. സ്ത്രീകൾ, ഒന്നും അറിവില്ലാത്ത അബലകളായ സ്ത്രീകൾ, അതുപോലെ ബാലന്മാരെ, അവർ മൂഢന്മാരെ പ്രസിദ്ധമാണ്, ബാലന്മാർക്ക് അറിവില്ലെന്ന്. അതുപോലെ ജഡന്മാരെ, യാതൊരു അറിവില്ലാതെ നടക്കുന്ന പോത്തിനെ പോലെ നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അന്ധന്മാർ, ഇവർക്കൊക്കെ ഇവരുടെ ദൃഷ്ടിയിൽ വസ്തുക്കളില്ല. ഇവരെ പോലെയുള്ളതായ സാധാരണ ജനങ്ങളാണ് ശരീരമാണ് ആത്മാവ്, പ്രാണനാണ് ആത്മാവ്, ഇന്ദ്രിയങ്ങളാണ് ആത്മാവ്, ചഞ്ചല ക്ഷണികമായ വിജ്ഞാനം മാത്രമായ ആത്മാവ്, ശൂന്യമാണ് ആത്മാവെന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല, ഇതിനപ്പുറം നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു ചിലർ പറയും ഈ ആത്മാവെന്ന് പറയുന്നത് ഈ ഈശ്വരൻ വേറെ, ആത്മാവ് പരമാത്മാവ് വേറെ എന്നാണ്. അവർ പറയും ജഗത്കർത്താവാണ് ഈശ്വരൻ, ജീവാത്മാവ് എന്ന് പറയുന്നത് പ്രതിശരീരം ഭിന്നനായ മറ്റൊരാൾ. ഇങ്ങനെ പല പല അഭിപ്രായങ്ങളാണ് ദാർശനികന്മാർ ആത്മാവിനെക്കുറിച്ച് പുറപ്പെടുവിച്ചുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാമോഹം, വലിയ അജ്ഞാനമാണ് നമ്മെ വിഴുങ്ങിയിരിക്കുന്നത്. ഇല്ലാത്തതുണ്ടെന്ന് വിചാരിച്ച്
ഇല്ല അതൊക്കെ തന്നിലാണെന്ന് വിചാരിച്ച് ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, എന്നെ നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇങ്ങനെ വളരെ കഷ്ടപ്പെടുകയാണ്. മോഹം ബാധിച്ച മോഹം ബാധിച്ചാണ്. അതെങ്ങനെയുള്ള മായാശക്തി കൊണ്ട് വലിയ ശക്തിയുടെ വിലാസമാണ്. മായയ്ക്ക് ഇല്ലാത്തതിന് ഉണ്ടെന്ന് തോന്നിക്കാൻ കഴിയും. മുമ്പ് പറഞ്ഞ പോലെ മായാവി അന്യജാനികൻ ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് കാണിക്കുന്നു. അതുപോലെ ഇവിടെയും ആ വൈഷ്ണവിയായ ഭഗവനെ ആശ്രയിച്ചിരിക്കുന്ന മായ എന്ന് പറയുന്ന ആ അവിദ്യ ഇതൊക്കെ ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇല്ലാത്തതിന് അഘടിത ഘടന പഠിയസിനാണ് മായയെക്കുറിച്ച് ഇല്ലാത്തതുണ്ടെന്ന് കൊടുക്കുന്ന അതിസമർത്ഥയാണ് മായ. അങ്ങനെയുള്ള മായ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം. യഥാർത്ഥത്തിൽ ഇതിനപ്പുറമുള്ള സത്താസ്ഫുരണമായിട്ട് നിൽക്കുന്ന സച്ചിദാനന്ദരൂപമായ ആത്മാവുണ്ട്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അജ്ഞാനമാകുന്ന മഹാമോഹത്തെ സംഹരിക്കുന്ന, ഇല്ലാതാക്കുന്ന ആ പരമഗുരുവായ ലോകാചാര്യനായ ശ്രീ ദക്ഷിണാമൂർത്തിയെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സഫലമാക്കാം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ പരമാത്മ സാക്ഷാത്കാരം നേടാം.